ഇന്നൊരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. നടരാജഗുരു സമാധിയായപ്പോ എന്തുകൊണ്ടാണ് ഗുരുനിത്യ പെട്ടെന്ന് ഓടി വരാതിരുന്നതെന്ന്. നമ്മളുടെ മനസ്സ് വെച്ചിട്ട് കാണുന്നതിന്റെ കുഴപ്പം അതൊക്കെ. നടരാജഗുരു സമാധിയായി, ഗുരു ഒരിക്കലും മരിക്കുന്നില്ല. അപ്പൊ തന്നെ നടരാജഗുരു ഗുരുനിത്യ ഗുരുകുലത്തിന്റെ അന്നത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന, അതായത് ഗുരുനിത്യക്ക് ശേഷം പിന്നീട് ഗുരുവായിട്ട് വരേണ്ട സ്വാമി മുനി നാരായണ പ്രസാദിന് എഴുതിയത്, ഗുരു എവിടെയും പോയിട്ടില്ല, ഗുരു എന്നും ജീവിക്കുന്നു, നാരായണ ഗുരുകുലം എന്ന കപ്പല് മുൻപോട്ട് തന്നെ ഒഴുകട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കമ്പി അടിക്കുക ചെയ്യുന്നു. പിന്നീട് അവിടെ ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടാണ് ഗുരുനിത്യ വരുന്നത്. അത് അതിന്റെ പിന്നിൽ വെറുതെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു ഫേൺഹില്ലിൽ നിന്ന്, ഒരു വാട്സപ്പിലെ ഒരു വീഡിയോ മെസ്സേജ്. അപ്പോ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട്, പണ്ട് ഗുരുവിന്റെ കൂടെ കുറച്ചു നാളുണ്ടായിരുന്ന ശ്രീകുമാർ, ഇപ്പൊ അദ്ദേഹം ഗുരുദേവൻ മാസികയുടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇപ്പോഴത്തെ ഗുരുകുലത്തിലെ ഗുരുവായിരിക്കുന്ന സ്വാമി മുനി നാരായണ പ്രസാദ് ഫേൺഹില്ലിലാണ് ഉള്ളത്. അദ്ദേഹവും 5-6-7 പേരും ഇപ്പൊ അവിടെയാണുള്ളത്. അപ്പൊ ഒരാവശ്യത്തിന് വേണ്ടി സ്വാമിയെ കാണാൻ വേണ്ടി വന്നതാണ് 2 മാസം മുമ്പ്. പിന്നെ ലോക്ക്ഡൌണിൽ പെട്ടുപോയി. അദ്ദേഹം അവിടെ തന്നെ ഇപ്പൊ താടിയൊക്കെ വെച്ച് ഒരു ഏകദേശം ഒരു സ്വാമി ലുക്കൊക്കെ ആയിട്ട് അവിടെ അങ്ങ് പെട്ട് കിടക്കുകയാണ്. തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ സമാധി പോലെയുള്ള ആഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്ന ഒരു പ്രകൃതിയുള്ള ആളല്ല ഈ ശ്രീകുമാർ. അപ്പൊ അവിടെ നിന്നിട്ട് ശ്രീകുമാർ ഒരു വാട്സപ്പ് വീഡിയോ കോള് എല്ലാവർക്കുമായിട്ട് ചെയ്തിരിക്കുകയാണ്. വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഗുരുവിന്റെ സമാധിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കുമായിട്ട് അയച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം 1974 ബാലരമയിലെ ഗുരുനിത്യയുടെ യതിചരിതം എന്ന് പറയുന്ന ആത്മകഥയുടെ ആദ്യ ഭാഗം, അതായത് ഗുരു ആദ്യം എഴുതിയ പുസ്തകം യതിചരിതം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിരുന്നു ഗുരുവിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച്. ഇപ്പൊ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കുട്ടികളുടെ മനഃശാസ്ത്രം അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഗുരുവിന്റെ തന്നെ കുട്ടിക്കാലത്തെ നിമിത്തമാക്കിക്കൊണ്ട് ഗുരുവിന്റെ ആത്മകഥയുടെ ആദ്യ ഭാഗമായിട്ടുള്ള യതിചരിതം എന്ന് പറയുന്നത് ആദ്യമായിട്ട് വന്നത് ബാലരമയിലായിരുന്നു. അപ്പൊ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീകുമാർ ബാലരമയിൽ നിന്ന് ഇത് വായിക്കുമായിരുന്നു. അപ്പോ ശ്രീകുമാർ വിചാരിച്ചിരുന്നത് യതി, നിത്യചൈതന്യ യതി എന്നൊക്കെ കേട്ടപ്പോ ഏതോ പെണ്ണായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ ടീച്ചറാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് പെണ്ണൊന്നല്ല, അത് നാരായണ ഗുരുകുല പരമ്പരയിലെ ഒരു കണ്ണിയാണ്, നാരായണ ഗുരുവിന്റെ പരമ്പരയിലെ കണ്ണിയാണ്, നാരായണ ഗുരുകുലം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലുള്ള സ്വാമിയാണ് എന്നൊക്കെ ചെറിയ പ്രായത്തില് ടീച്ചർ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ബാലരമയിൽ അത് ഖണ്ഡശ വന്നിരുന്നത് മുഴുവൻ ആ 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി മുഴുവൻ വായിക്കുകയും ആ പ്രായത്തിൽ തന്നെ ഗുരുനിത്യയിൽ വളരെ അട്രാക്റ്റഡ് ആവുകയും പിന്നീട് ഗുരുനിത്യയുടെ ആനുകാലികങ്ങളിൽ വരുന്ന എല്ലാ ലേഖനങ്ങളും ശ്രീകുമാർ വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഒരു ഘട്ടെത്തിയപ്പോ ജീവിതം യൗവനകാലത്ത് വല്ലാത്ത പ്രതിസന്ധിയിൽ വിടുകയും തൻ്റെ കാൽ കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ ഒരു അവസ്ഥ വരികയും ജീവിതം തന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു വിഷമസ്ഥിതി അദ്ദേഹത്തിന് വരികയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം നേരെ ഫേൺഹില്ലിലേക്ക് വെച്ച് പിടിച്ചു. അപ്പൊ ഫേൺഹിൽ അദ്ദേഹം പിന്നെ കുറെ വർഷങ്ങൾ ഗുരുനിത്യയുടെ കൂടെ താമസിച്ചു. അപ്പൊ അദ്ദേഹം പിന്നെ പറയുന്നത്, ഗുരുനിത്യയുടെ കൂടെ കുറെ വർഷങ്ങൾ ഫേൺഹിൽ ഗുരുകുലത്തിൽ താമസിച്ചപ്പോ വലിയ വലിയ തത്വചിന്തകളോ നാരായണ ഗുരുവിന്റെ ദർശനങ്ങളോ നാരായണ ഗുരുവിന്റെ തത്വചിന്തയുടെ ആഴങ്ങളോ ഒന്നും പഠിപ്പിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കുക പോലും ഗുരു ചെയ്തില്ല. അതിനെനിക്ക് ഗുരുവിനോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വീഡിയോ. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അജീർണം ബാധിച്ച ഒരാൾക്ക് ആട്ടുസൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന മാതിരി ആയി പോകുമായിരുന്നു എന്റെ സ്ഥിതി. അതിനു പകരം ഗുരു ചെയ്തത് എന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സുകുമാര കലകൾ, കലാസാഹിത്യ സംഗീതാദികളോടുള്ള താല്പര്യത്തെ ഉണർത്തിയെടുക്കാൻ ഗുരു സഹായിക്കുകയാണ് ചെയ്തത്.
അങ്ങനെ എൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണോ അതിനൊക്കെ ഉണർത്തിയെടുത്ത് അതിൽ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളിൽ നിന്ന് കുറേയൊക്കെ എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞു. മുഴുവനായിട്ട് കഴിഞ്ഞു എന്നല്ല, കുറേയൊക്കെ പുറത്തു വരാൻ കഴിഞ്ഞു. അതൊരുപാട് ആശ്വാസമായി. അപ്പൊ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട്, ഫേണികളിൽ താമസിച്ചുകൊണ്ട് ഗുരുവിന് സേവ ചെയ്ത് അവിടെ ജീവിച്ചു. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നെ എൻ്റെതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഇന്നും ഗുരുനിത്യയോടുള്ള നന്ദി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ വലിയ വലിയ തത്വചിന്തകളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ തലയെ ഉപദ്രവിച്ചില്ല എന്നുള്ളത് കൊണ്ടും, നാരായണ ഗുരുവിന്റെ കൃതികളൊക്കെ ആഴത്തിലും പരപ്പിലും പഠിപ്പിച്ച് എന്നെ ഉപദ്രവിച്ചില്ല എന്നുള്ളത് കൊണ്ടും, മറിച്ച് എനിക്ക് എന്താണോ റിയലായിട്ട് വേണ്ടിയിരുന്നത് അത് എൻ്റെ ഉള്ളു മനസ്സിലാക്കിയിട്ട് എൻ്റെ ഉള്ളിലുള്ള താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ലോകത്തെ സൃഷ്ടിച്ചു തരികയും പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പൊ ഞങ്ങളെപ്പോലെ ഇപ്പൊ ഗുരുനിത്യയുടെ അടുത്ത് ചെന്നിരുന്ന ആളുകളൊക്കെ ഫ്രീക്ക് ഔട്ടുകളും ഡ്രോപ്പ് ഔട്ടുകളും വട്ടന്മാരും ഒക്കെ ആയിരുന്നു എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ അതിൽപ്പെട്ട ഒരാളാണ്. ശരിയാണത്. ഞങ്ങളൊക്കെ ഡ്രോപ്പ് ഔട്ടുകളാണ്, ഞങ്ങളൊക്കെ ഭ്രാന്തന്മാരാണ്. ഇപ്പോഴത്തെ ഭാഷ ഗുരുനിത്യയുടെ അടുത്ത് ഒരിക്കലും ഒരു തത്വചിന്ത പഠിക്കാനും ആത്മസാക്ഷാത്കാരത്തിനും വേണ്ടി ചെന്ന ആളുകൾ സത്യത്തിൽ വളരെ കുറവായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടന്മാരും വിഡ്ഢികളും ഭ്രാന്തന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ജീവിതത്തിൽ യാതൊരു ഗതിയില്ലാതെ എന്തിനെന്നില്ലാതെ അലഞ്ഞു തിരിയുന്ന സമയത്ത് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെ അടി കിട്ടും. വീട്ടിലും ഞങ്ങളെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാരണം മതവിരുദ്ധനാണ്, മതത്തിലൊന്നും യാതൊരു അർത്ഥമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള് നാട്ടുകാര് വെറുതെ വിടൂല. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ നീ എന്താ പള്ളി കാണാത്ത, നീ എന്താ നിസ്കരിക്കാത്തെന്ന് വെച്ചിട്ട് ഉപദ്രവിക്കും എല്ലാവരും. നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നെ വേറെ എവിടെ പോയാലും പ്രശ്നമാണ്. സ്വാമിയാവാനും പറ്റില്ല, ഒന്നും ആവാൻ പറ്റില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഗതിയില്ലാതെയാണ് ഗുരുവിന്റെ അടുത്ത് എത്തുന്നത്. അവിടെ എത്തുമ്പോ നമുക്ക് ഒരു അന്തരീക്ഷം അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഗുരു ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ശ്രീകുമാർ പറഞ്ഞ അതേ ഭാഷ തന്നെയാണ്. ഒരു പക്ഷെ ഗുരുനിത്യയുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ള ഒരു കാര്യം, സിസ്റ്റമാറ്റിക് ആയിട്ട് വേദാന്തം പഠിക്കണമെന്നോ നാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകവും ദർശനമാലയും പഠിക്കണമെന്നോ ഒന്നും ഗുരുനിത്യ ആരോടും പറഞ്ഞിട്ടുണ്ടാവാൻ ഇടയില്ല. അതിന്റെ കാരണം അതൊന്നും മോശമായതുകൊണ്ടല്ല, അതൊക്കെ ആഴത്തിൽ അറിയേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും അല്ല ഗുരു മുൻപോട്ട് വയ്ക്കുന്ന ആശയം. ഒരു വിഷയം പഠിക്കലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളൊരു വിഷയത്തെ കൃത്യമായിട്ട് പഠിച്ചു. നാരായണ ഗുരുവിന്റെ കൃതികളൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് അന്വയിച്ച് അർത്ഥം പഠിച്ച്, അല്ലെങ്കിൽ ഷഡ്ദർശനങ്ങൾ പഠിച്ച്, ദശോപനിഷത്തുകൾ പഠിച്ച്, ഭാരതീയം പാശ്ചാത്യമായിട്ടുള്ള ദാർശനികരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പഠിച്ച് ഇരുന്നാലും ഒരാൾക്ക് സമാധാനം കിട്ടുന്നൊന്നും ഗുരുനിത്യ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല ഗുരു തന്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ശിക്ഷണം കൊടുത്തിരുന്നത്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ കിടക്കുന്ന താല്പര്യം, സംസ്കാരം, വാസന എന്താണോ അതിനനുസരിച്ച് അവരോട് മിണ്ടുക, അതിനനുസരിച്ചിട്ടുള്ള ഒരു ലോകത്തെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഗുരുനിത്യ ചെയ്തിരുന്നത്. അതായിരുന്നു ഇന്ന് കിട്ടിയ ഒരു മെസ്സേജ്. രണ്ടാമത് കിട്ടിയൊരു മെസ്സേജ് ഗുരുകുലത്തിലെ തന്നെ, ഗുരുകുലമൊക്കെ ആയിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു സുഹൃത്തിന്റെ ഒരു മെസ്സേജായിരുന്നു. ആ മെസ്സേജിൽ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഷൗക്കത്തിന്റെ ലൈവ് ഞാൻ കേൾക്കുന്നു. അപ്പൊ ഷൗക്കത്തിന്റെ ലൈവ് കേൾക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഷൗക്കത്തിന് ഗുരുകുലത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഗുരുകുലത്തിലെ ഗുരു പരമ്പരയെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. അതേപോലെ തന്നെ ഗുരുകുലത്തെ കുറിച്ചും ഗുരുപരമ്പരയെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഗുരു മുനി നാരായണ പ്രസാദിനെ ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട്. അതൊരിക്കലും പറഞ്ഞു കേട്ടില്ല. അതിൽ നിന്ന് ഈ ഗുരുനിത്യ എന്ന് പറയുന്ന ഒരാളെ മാത്രം വേറിട്ട് നിർത്തിയിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗുരുപരമ്പരയ്ക്ക് ചേർന്ന രീതിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ്, വളരെ മര്യാദയുള്ള സ്നേഹത്തോടെയുള്ള. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, ഇതെന്റെ ഒരു തോന്നലാണ് എന്ന് പറഞ്ഞിട്ട് വളരെ നല്ലൊരു മെസ്സേജായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് കുറെ നാളുകളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു മെസ്സേജാണ്. പല ആളുകളും പറയുന്ന എനിക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനമാണത്. ആ വിമർശനത്തിൽ ഒരു സത്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം
ഞാൻ ഗുരുകുലത്തിലേക്കല്ല സത്യത്തിൽ ചെന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് ഈ പറയുന്നത് പോലെ ഒരു ഡ്രോപ്പ് ഔട്ട്. സമൂഹത്തിലും നിൽക്കാൻ പറ്റില്ല, വീട്ടിലും നിൽക്കാൻ പറ്റില്ല, മതത്തിലും നിൽക്കാൻ പറ്റില്ല, രാഷ്ട്രീയത്തിലും നിൽക്കാൻ പറ്റില്ല. ആകപ്പാട് നമുക്ക് നിൽക്കാൻ ഒരു ഇടല്ല. എവിടെ നമ്മളങ്ങ് സ്യൂട്ട് ആവുന്നില്ല. കാരണം നമ്മളുടെ കൊള്ളരുതായ്മയായിരിക്കാം ഒരു പക്ഷെ. സമൂഹത്തിലെ നിലനിൽക്കുന്ന വ്യവസ്ഥകളോടൊന്നും ചേർന്ന് പോകാൻ പറ്റാതെ ഒരു തരം അലസമായ ബോധത്തോടു കൂടി അലഞ്ഞു തിരിയുന്ന ഒരു യാത്രക്കിടയിലാണ് ഫേൺഹില്ലിലേക്ക് കയറി ചെല്ലുന്നത്. ഫേൺഹില്ലിലേക്ക് കയറി ചെല്ലുന്നത് ഗുരുകുലത്തിലേക്കല്ല സത്യത്തിൽ കയറി ചെല്ലുന്നത്, ഗുരുനിത്യയിലേക്കാണ് കയറി ചെല്ലുന്നത് സത്യത്തിൽ. ഇപ്പൊ ഗുരുകുലം എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് അറിഞ്ഞിട്ടോ, അല്ലെങ്കിൽ നാരായണ ഗുരു എന്ന് പറയുന്ന ഗുരുവിനെ കുറിച്ച് അറിഞ്ഞിട്ടോ, നാരായണ ഗുരു പരമ്പരയെ കുറിച്ച് അറിഞ്ഞിട്ടോ, ആ പരമ്പരയുടെ കണ്ണിയാവുകയും ഭാഗമാകുകയും വേണമെന്ന് ഉള്ളിൽ ഉറപ്പിച്ചിട്ടോ ഒന്നുമല്ല ഞാനും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഭ്രാന്തന്മാരൊന്നും ഗുരുകുലത്തിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെയല്ല. ഗുരുനിത്യ എന്ന് പറയുന്ന ഒരാൾ മാത്രമായിരുന്നു അട്രാക്ഷൻ. ആ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സൗഹൃദം, ആശ്വാസം, സ്നേഹം തന്നെയായിരുന്നു. അപ്പൊ ഞാനും ഗുരുകുലത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ പോലും നാരായണ ഗുരുകുലം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചോ നാരായണ ഗുരുകുലത്തിന്റെ ഗുരുകുല പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചോ അതിനെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചോ ഒന്നും ഗുരുനിത്യ സംസാരിച്ചിട്ടില്ല. പേഴ്സണലി ഞങ്ങളോടൊന്നും സംസാരിച്ചിട്ടില്ല. ഫേൺഹില്ലിൽ അങ്ങനത്തെ ചർച്ചകളെ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് അവിടെ ഉണ്ടായിരുന്ന 10-15 പേരുണ്ട്. അവിടെ ഇങ്ങനെ കുറെ സിനിമ കാണിക്കും, കുറെ പാട്ട് കേൾപ്പിക്കും, നാരായണ ഗുരുവിന്റെ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിൽ അവിടെയുള്ള ആ ജീവിക്കുന്ന ദിവസങ്ങളിലെ ജീവിതം എങ്ങനെ കഴിയുന്നത്ര ധന്യമാക്കാം, എങ്ങനെ മൂല്യവത്തായിട്ടുള്ള ജീവിതം അവിടെ ജീവിക്കാം എന്നല്ലാതെ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേദാന്ത പഠനങ്ങളോ ഉപനിഷത്ത് പഠനങ്ങളോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. നാരായണ ഗുരു അനേകം വിഷയങ്ങളിൽ ഒരു വിഷയം മാത്രമായിരുന്നു. നാരായണ ഗുരുവിനെ കുറിച്ച് ഒരു പക്ഷെ ഏറ്റവും കുറവ് ഞാൻ കേട്ടത് ഫേൺഹില്ലിൽ നിന്നായിരിക്കും, ഗുരുനിത്യയിൽ നിന്നായിരിക്കും. ഒരുപക്ഷെ ഗുരുനിത്യയുടെ സമാധിക്ക് ശേഷമാണ് കുറച്ചെങ്കിലും നാരായണ ഗുരുവിനെ ഞാൻ വായിക്കാൻ തുടങ്ങിയത്. ഒരിക്കൽ പോലും ഗുരുനിത്യ അങ്ങനെ വായിക്കണമെന്നോ അതിലേക്ക് മാത്രമായിട്ട് ഒരു പ്രചോദനാവുകയൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ കാരണം ഈ പറയുന്നത് തന്നെയാണ്. നമ്മളൊക്കെ അവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും സ്വഭാവ സവിശേഷത മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വെളിച്ചം വീശാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഒരാള് നാരായണ ഗുരുവിനെ പറഞ്ഞാലും ശരി, ഗുരുനിത്യയെ പറഞ്ഞാലും ശരി, അതൊക്കെ വളരെ ഭാഗികമായ ഒരു കഥ പറച്ചിൽ മാത്രമേ ആവുള്ളൂ. അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. ഗുരുനിത്യയുടെ സമഗ്രമായ ഒരു ജീവിത ദർശനം പറയാൻ എനിക്കൊരിക്കലും കഴിയില്ല. കാരണം ഗുരുനിത്യയുടെ മനഃശാസ്ത്ര സംബന്ധിയായിട്ടുള്ള അറിവുകളുടെ ലോകങ്ങൾ ഞാൻ ഒരിക്കലും എനിക്കറിയാത്ത കാര്യങ്ങളാണ്. ഗുരുനിത്യയുടെ ബൃഹദാരണ്യകോപനിഷത്ത് 3 വോള്യം ഗുരു എഴുതിയിട്ടുണ്ട്. ഈ ജന്മത്തിൽ ഞാൻ വായിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഗുരു തന്നെ പറയുന്നത് ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണെന്നാണ്. ഞാൻ വായിക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അത് വായിക്കേണ്ട പുസ്തകമായിരിക്കും അത്. കാരണം ഗുരുവിന്റെ തത്വചിന്താ പ്രധാനമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള പുസ്തകമാണത്. അതേപോലെ തന്നെ ഋഗ്വേദത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. പിന്നെ ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണിക്ക് വേദാന്ത പരിചയം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം. അപ്പൊ ഗുരുവിന്റെ 120ഓളം വരുന്ന പുസ്തകങ്ങള്, 200ഓളം വരുന്ന പുസ്തകങ്ങള്, ആ പുസ്തകങ്ങളിലൂടെ ഗുരു അവതരിപ്പിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള, ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള, തത്വചിന്താ സംബന്ധിയായിട്ടുള്ള, മനഃശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ഒരുപാട് ലോകങ്ങളുണ്ട്. നാരായണ ഗുരുവിന്റെ ദർശനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ലോകങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പറച്ചിലുകൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട ഗുരു നിത്യ മാത്രമാണ്. ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുന്ന നാരായണ ഗുരു മാത്രമാണ്. നടരാജ ഗുരുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നടരാജ ഗുരുവിനെ കുറിച്ച് കുറച്ചെങ്കിലും നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഗുരുനിത്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കുറെ സന്ദർഭങ്ങളും ഞാൻ നടരാജ ഗുരുവിന്റെ സത്യത്തിൽ ഒരു പൂർണ്ണ മനസ്സോടെ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ബാക്കി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ഗഹനമായ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും 2 പേജ് 3 പേജ് വായിച്ച് നിർത്തുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ബുദ്ധിയില്ല. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ധിഷണയോ ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നാരായണ ഗുരുകുലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം റെപ്രസെന്റ് ചെയ്യുന്ന ആശയ പ്രപഞ്ചത്തെയോ നാരായണ ഗുരുകുലത്തിന്റെ ഗുരുപരമ്പരകളുടെ ലോകങ്ങളെ പ്രതിനിധീകരിക്കുന്ന
ുന്നതല്ല. അത് വളരെ ചെറിയൊരു ലോകമാണ്, വളരെ ചെറിയൊരു ജീവിതമാണ്. ഞാനൊരു ഫിലോസഫി സ്റ്റുഡന്റേ അല്ല. ഒരു ദിവസം പ്രസാദ് സ്വാമി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഷൗക്കത്തിന് വേദാന്തം ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, ഇല്ല സ്വാമി, എനിക്ക് വേദാന്തം അറിയില്ല, എനിക്ക് വേദാന്തം അറിയണമെന്നില്ല. കാരണം വേദാന്തത്തിലേക്കൊന്നും എനിക്കൊരു അട്രാക്ഷൻ ഉണ്ടായിട്ടില്ല, ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. ഒരു ഫിലോസഫിയും എന്നെ അട്രാക്ട് ചെയ്തിട്ടില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ ഒരു ഫിലോസഫിയുടെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു ആവശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ഫിലോസഫിയോടുള്ള ആദരവില്ലായ്മയല്ല. തത്വചിന്തകൾ വളരെ ആഴത്തിൽ പഠിച്ച് വളരെ വ്യവസ്ഥയോടുകൂടി കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകളെ ബഹുമാനത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്, അത്ഭുതത്തോടു കൂടി. അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട് എനിക്ക്. പക്ഷെ എനിക്കത് പറ്റില്ല, കാരണം അത് മനസ്സിലാക്കാവുന്ന ഒരു തലയില്ല. ഞാനൊരു പൈങ്കിളിയാണ് സത്യത്തിൽ. ഒരു വളരെ ചെറിയ വൈകാരികമായിട്ടുള്ള പൈങ്കിളി ഇൻ ദ സെൻസ്. ഇപ്പൊ ഗുരുനിത്യയുടെ കഥ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി, കടന്നു പോകുന്ന ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കലയുടെയും ഒക്കെ ലോകങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളത്. ഗുരു നടരാജ് ഗുരുവായിട്ട് നടന്നിട്ടുള്ള താത്വികമായിട്ടുള്ള അവലോകനങ്ങള് ദർശനങ്ങളൊന്നും അധികം കടന്നു പോയിട്ടില്ല. കാരണം എന്താ, എന്റെ തല അത് കടന്നു പോകാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. അതുകൊണ്ട് അതില്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഗുരുനിത്യയുടെ വളരെ ഭാഗികമായ ഒരു ചെറിയ കൊച്ചു ജനലിലൂടെ നോക്കിക്കണ്ട, ഷൗക്കത്ത് നോക്കിക്കണ്ട ഒരു ഗുരുനിത്യയുടെ ജീവിതത്തെയാണ് യതിചരിതം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് വളരെ 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 ചെറിയൊരു ലോകമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ ഗുരുനിത്യ എന്ന് പറയുന്ന, പിന്നെ ഗുരുനിത്യയെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നടരാജ ഗുരുവോ പ്രസാദ് സ്വാമിയോ നാരായണ ഗുരുകുലമോ നാരായണ ഗുരുകുല ഗുരുനിത്യയെ പറയുമ്പോൾ അതൊക്കെ അതിന്റെ സൈഡിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ്. പ്രസാദ് സ്വാമി എന്നെ വളരെ വാത്സല്യമുള്ള ഒരു സ്വാമിയാണ്, എന്നോട് വളരെ സ്നേഹമുള്ള ഒരു സ്വാമിയാണ്. വളരെ സത്യസന്ധമായിട്ട് എന്നോട് സംസാരിക്കുകയും കാണുമ്പോഴൊക്കെ ഒരുപാട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാനായി ഇരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്റെ എഴുത്ത് രീതികളോ എന്റെ പ്രതിപാദന രീതികളോടോ ഒന്നും താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ എന്നോട് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കുമ്പോഴൊക്കെ ആ സ്നേഹം ഞാൻ അത്ര ആഴത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു റിയൽ സന്യാസി എന്ന് പറഞ്ഞാൽ ജാതിയുടെയോ മതത്തിന്റെയോ ദേശത്തിന്റെയോ ഒന്നും യാതൊരു തരത്തിലുള്ള മാലിന്യവും ഏൽക്കാതെ ലാളിത്യത്തിലും മിതത്വത്തിലും കൃത്യമായി, നമ്മളൊരു ഭാരതീയ സന്യാസ സങ്കല്പത്തിൽ ഒരു സന്യാസി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, അങ്ങനെ കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ പറച്ചിലല്ല അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിത ശൈലികൾ, അദ്ദേഹത്തിന്റെ ചിന്താ ശൈലികളോടൊന്നും ഒരിക്കൽ പോലും പാരസ്പര്യപ്പെട്ടു പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പേഴ്സണലി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പോലും ഒരു 10 പേജിൽ കൂടുതൽ ഇരുന്ന് വായിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് എന്റെ ചിന്താ രീതിക്കും എന്റെ ശൈലിക്കും ചേർന്ന് പോകുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ പ്രസാദ് സ്വാമി എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആരാധ്യനായിട്ടുള്ള, ഞാൻ ഏറെ ആദരിക്കുന്ന, കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരു സന്യാസിയെ ഞാൻ അനുഭവിക്കുന്നത് പ്രസാദ് സ്വാമിയിലാണ്. നടരാജ ഗുരു തന്നെ പ്രസാദ് സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്, പ്രസാദ് സ്വാമി പറഞ്ഞിട്ടുണ്ട്, നീ ഒരു പരമ്പരാഗത സന്യാസ രീതിയിൽ ജീവിച്ചാൽ മതി, നിത്യനെ പോലെ ഒന്നും ആവണ്ട. നിത്യനെ കുറിച്ച് പ്രസാദ് സ്വാമിക്കുള്ള പരാതി ഉണ്ടായിരുന്നത്, നിത്യന് ഗുരുകുലം എന്ന് പറയുന്ന ഫ്രെയിമിന്റെ പുറത്തേക്ക് ഒരുപാട് ഒഴുകി പോകുന്നു എന്ന വിഷമം പ്രസാദ് സ്വാമിക്ക് ഉണ്ടായിരുന്നതാണ്. സത്യത്തിൽ ഈ നാരായണ ഗുരുകുലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കുറെ വർഷങ്ങളായിട്ട് ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാരൻ പ്രസാദ് സ്വാമി തന്നെയാണ്. ഇപ്പോഴത്തെ ഗുരുവായിരിക്കുന്ന സ്വാമി മുനി നാരായണ പ്രസാദ് തന്നെയാണ്. കാരണം ഗുരു നിത്യ എപ്പോഴും വിദേശത്തും അവിടെ ഇവിടെയും കറക്കൊക്കെ ആയിരിക്കും, വല്ലപ്പോഴും ഒന്ന് വരും. 85-ന് ശേഷമൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഗുരുകുലത്തില് കുറച്ച് സജീവമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ബാക്കി സമയം മുഴുവൻ വിദേശങ്ങളിലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നാരായണ ഗുരുകുലത്തെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് മുനി നാരായണ പ്രസാദ് സ്വാമി തന്നെയാണ്. അപ്പൊ നാരായണ ഗുരുകുലം എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുനിത്യയേക്കാൾ ആ പ്രസ്ഥാനം കൃത്യമായിട്ട് നിലനിന്ന് പോകുന്നതിന് പ്രധാന കാരണക്കാരനായിട്ടുള്ളത് മുനി നാരായണ പ്രസാദ് സ്വാമി തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോ നടരാജ ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യനായിരുന്നു ജോൺ സ്പിയേഴ്സ്.
നടരാജുവിന്റെ ആദ്യത്തെ ശിഷ്യനായിരുന്ന ജോൺ സ്പിയേഴ്സ് പിന്നീട് മംഗളാനന്ദ സ്വാമിയും ഗുരുനിത്യയും ഒക്കെ വന്നതിന് ശേഷം നാരായണ ഗുരുകുലം എങ്ങനെ ആയിരിക്കണം എന്ന ഒരു സങ്കല്പം നടരാജുവിൽ നിന്നുണ്ടായിരുന്ന ഒരു സങ്കല്പം ജോൺ സ്പിയേഴ്സിന് ഉണ്ടായിരുന്നു. അത് ജോൺ സ്പിയേഴ്സ് ഉണ്ടാക്കിയെടുത്ത സങ്കല്പമാണ്. ആ സങ്കല്പത്തിനനുസരിച്ച് ഗുരുകുലം മുമ്പോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഗുരുകുലം പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഗുരുവായിട്ട് വരേണ്ട മംഗളാനന്ദ സ്വാമി സമാധിയാവുന്നു. അങ്ങനെയാണ് ഗുരുനിത്യ ഗുരുവായിട്ട് വരുന്നത്. അപ്പൊ ഗുരുനിത്യ ഗുരുവായിട്ട് നാരായണ ഗുരുകുലത്തിന്റെ ഗുരുവായിട്ട് വരുന്നതിൽ സമ്മതമില്ലാത്ത കുറച്ചു പേരൊക്കെ ആ സമയത്ത് ഗുരുകുലത്തിൽ ഉണ്ടായിരുന്നു. നടരാജുവിന്റെ ശിഷ്യന്മാരായിരുന്നവര്. അവരൊക്കെ പിന്നീട് കുറെ പേര് വിട്ടുപോവുകയും കുറച്ചു പേര് അവിടെ നിൽക്കുകയും കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഇടയിൽ. അതൊക്കെ നമ്മൾ കാണാതെ പോകുന്നതിൽ അർത്ഥമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു കൂട്ടം മനുഷ്യര്, പ്രത്യേകിച്ച് സ്വതന്ത്രരായിട്ട് ചിന്തിക്കുന്ന, തനിമയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര് എവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ സ്വാഭാവികമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഈവൻ ഗുരുനിത്യ ചൈതന്യതി ഗുരുനിത്യ സമാധി ആയപ്പോഴും ഈ പറയുന്നത് പോലെ പ്രസാദ് സ്വാമിയുടെ ഒരു രീതി, ഒരു ജീവിത ശൈലിയാണ്. ആ വ്യത്യസ്തമായ ജീവിത ശൈലികൾ ഉണ്ടാവും. അതിനോട് ചേരാൻ പറ്റാത്ത കുറെ ആളുകൾ ഗുരുനിത്യയുടെ കൂടെ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ അവരവരുടെ ലോകങ്ങളിലേക്ക് പോയി. അതൊന്നും നാരായണ ഗുരുകുലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനോട് എതിർപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ നാരായണ ഗുരുകുലത്തിൽ ജീവിക്കുന്നവരോട് എതിർപ്പുണ്ടായിട്ടോ അല്ല. കാരണം നാരായണ ഗുരുകുലത്തെ സംബന്ധിച്ചിടത്തോളം പണമോ പ്രശസ്തിയോ അധികാരമോ അവിടെ ഇല്ല. സത്യത്തിൽ പണം ഇല്ലാത്തൊരു സ്ഥലം. പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അവനവനായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ എന്നെ പോലെയൊക്കെയുള്ള കുറെ ആളുകൾ ഈ പറയുന്നത് പോലെ വളരെ ബാലിശമായ വൈകാരികതകളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ നമുക്കൊന്നൊരു കർശനമായ ഒരു തത്വചിന്താ പഠനം പഠിക്കുക എന്ന് പറയുന്നത്, എനിക്കാണെങ്കിൽ പുസ്തകം പഠിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്നോട് ഗുരുനിത്യ ഒരു പുസ്തകം പോലും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. പ്രസാദ് സ്വാമി പക്ഷെ പഠിക്കണം എന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് പഠിക്കുന്ന ആളുകളെ. എനിക്കാണെങ്കിൽ ഈ പറയുന്നത് പോലെ നാരായണ ഗുരുകുലത്തിൽ ആണ് ഞാൻ താമസിച്ചിരുന്നതെങ്കിലും ഗുരുനിത്യയിലേക്കാണ് ഞാൻ പോയത്. അതുകൊണ്ട് ഗുരുനിത്യ സമാധിയായപ്പോ പിന്നെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില ഡിസിപ്ലിനുകൾ ഉണ്ട്. അത് മാനിക്കാൻ നമുക്ക് കഴിയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനത്തിലും നിൽക്കാൻ കഴിയാത്ത ഒരാളാണ്. 7 മണിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ലെങ്കിൽ ആ ഭാഗത്തോട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഇല്ല. ഇപ്പൊ ഗുരുനിത്യയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് നമ്മൾ ആ കൂടെ ചെന്നിരിക്കുന്നത്. അപ്പൊ ഒരു തരത്തിലുമുള്ള ഒരു ആശ്രമം ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസിപ്ലിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് ഈ പറയുന്ന പോലെ എൻ്റെതായിട്ടുള്ള സ്വകാര്യ ജീവിതം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. എനിക്കിനി എൻ്റെതായ രീതിയിൽ മുമ്പോട്ട് നടക്കണമായിരുന്നു. അങ്ങനെയാണ് ഗുരുകുലത്തിൽ നിന്ന് വരുന്നത്. ഇന്നും ഗുരുകുലമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. സ്വാമിജിയെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പ്രസാദ് സ്വാമിയെ ഇടയ്ക്ക് പോയി കാണും. ഇപ്പൊ ഈയിടെ പോലും ഞാനും പ്രസാദ് സ്വാമിയും കൂടി ഒരു കോളേജിൽ നാരായണ ഗുരുവിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരുമാണ് സംസാരിച്ചത്. വളരെ സ്നേഹത്തിലും വാത്സല്യത്തിലുമാണ് അദ്ദേഹം ഞാൻ സംസാരിക്കുന്നത്, കേട്ടിരിക്കുന്നതൊക്കെ. അത്തരം വാത്സല്യം. അപ്പൊ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, നാരായണ ഗുരുകുലം അദ്ദേഹത്തിനോടൊന്നല്ല, ഒരുപാട് ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. എൻ്റെ പറച്ചിലുകൾ, എൻ്റെ രീതികള് നാരായണ ഗുരുകുലം പ്രതിനിധാനം ചെയ്യുന്ന തത്വചിന്തയ്ക്കും ദർശനധാരയോടും ചേർന്ന് പോകുന്നതല്ല എന്ന് ഒരുപാട് ആളുകൾക്ക് പരാതി എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നാരായണ ഗുരുകുലത്തിൻ്റെയോ നാരായണ ഗുരുകുല പരമ്പരയോ ഉൾക്കൊള്ളുന്നതായ തത്വചിന്ത എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ നാരായണ ഗുരു വളരെ സ്വാധീനം. ഞാൻ ആത്മോപദേശ ശതകമൊക്കെ പഠിക്കുന്നത് പിന്നീട് ഗുരുകുലത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സത്യത്തിൽ. അപ്പൊ നാരായണ ഗുരു എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷെ നടരാജ ഗുരുവിന്റെ ജീവിതം എനിക്ക് വളരെ ഇഷ്ടമാണെങ്കിലും എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ തത്വചിന്ത, അദ്ദേഹം ചിന്തിക്കുന്ന രീതികൾ ആയിട്ട് പാരസ്പര്യപ്പെടാൻ എനിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എല്ലാറ്റിലേക്കും വാതിലായിട്ടിരുന്നത് ഗുരുനിത്യ ആയതുകൊണ്ട് ഈവൻ നാരായണ ഗുരുവിനെ പറയുമ്പോൾ പോലും ഗുരുനിത്യയുടെ കണ്ണിലൂടെ ഞാൻ അറിഞ്ഞ നാരായണ ഗുരുവിനെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് ഈ ഗുരുനിത്യമായിട്ടുള്ള എൻ്റെ ബന്ധം പോലും വളരെ വൈകാരികമായിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള, അതൊരു ഈ സർവതന്ത്ര സ്വതന്ത്രമായ ഒരു അബ്സല്യൂട്ട് സ്റ്റാൻഡിൽ നിന്നിട്ടുള്ള ഒരു ബന്ധമേ അല്ല സത്യത്തിൽ.
വളരെ ഇമോഷണൽ ആയിട്ടുള്ള, ഒരുപാട് ബലഹീനതകളുള്ള, കുറവുകളുള്ള, പരിമിതികളുള്ള, തികച്ചും വൈകാരികമായ സ്നേഹം, കരുണ, സഹാനുഭൂതി, സംഗീതം, സിനിമ, ചിത്രകല എന്നൊക്കെ പറയുന്ന നമ്മൾ വളരെ ലോലമായ വികാര ലോകങ്ങൾ എന്ന് പറയുന്ന ഒരു തലത്തിൽ വെച്ചുകൊണ്ട് മാത്രം ഉള്ള ഒരു ബന്ധമാണത്. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഒരിക്കലും ഒരു ആധികാരികമായ വാക്ക് ആയിട്ട് എടുക്കുകയോ ഒന്നും ചെയ്യരുത്. ഞാനൊരു സൈഡിലൂടെ, ഒരു ഓരത്തൂടെ കടന്നു പോകുന്ന ഒരു നീർച്ചാലും, ഒരു ചെറിയ ചാല് മാത്രം, ഒരു തോട് മാത്രമാണ്. ആ ഗുരുകുലം പ്രതിനിധാനം ചെയ്യുന്ന ആ മഹാസാഗരം, അതിനെ ഞാൻ പറയുന്നില്ല എന്നൊരു പരാതിക്ക് അവിടെ യാതൊരു തരത്തിലും പ്രാധാന്യമില്ല. കാരണം അങ്ങനെ ഒരാളല്ല, അതിന് യോഗ്യനായിട്ടുള്ള ഒരാളോ വ്യക്തിയോ അല്ല ഞാൻ ഈ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഒരു ഫ്രീക്ക് ഔട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഔട്ട് ആയിട്ട് തെണ്ടിത്തിരിഞ്ഞ് അവിടെ കയറി ചെല്ലുകയും കിടക്കാൻ ഇടവും കഴിക്കാൻ അന്നവും തരികയും, പുറത്ത് പോയി കഴിഞ്ഞാൽ ഗുരു തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വിടാതിരിക്കുന്നത് നാട്ടുകാര് തന്നെ തല്ലുന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ നിന്റെ ജ്ഞാന തൃഷ്ണ കണ്ടിട്ടോ അല്ലെങ്കിൽ മുമുക്ഷുത്വം കണ്ടിട്ടോ അല്ല, നീ ഇവിടെ തന്നെ നിന്നോ. പലപ്പോഴും എന്നെ പറഞ്ഞു വിടാൻ ശ്രമിച്ചിട്ടുണ്ട് ഗുരു അവിടെ നിന്ന്. അപ്പൊ നമ്മൾ അത്ര കൊള്ളാവുന്ന ഒരാളൊന്നും അല്ല. അപ്പൊ നിന്നെ ഇവിടെ തന്നെയാ ഇപ്പൊ നിർത്തുന്നത്. നിന്നെ ഇപ്പൊ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ നിന്നെ തല്ലും, അതുകൊണ്ട് പറഞ്ഞു വിടാത്തത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് നാരായണ ഗുരുകുല, നാരായണ ഗുരു പരമ്പര ഒന്നും, പിന്നെ പ്രസാദ് സ്വാമി, മുനി നാരായണ പ്രസാദ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗുരുവിനോട് വളരെ ആദരവും റെസ്പെക്റ്റും ആണുള്ളത്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടി കേട്ടത് കൊണ്ടായിരിക്കും. കാരണം ഗുരുവിന്റെ സമാധിയായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഗുരുവിന്റെ സമാധിയിലേക്ക് വരുമ്പോ ആണ് പ്രസാദ് സ്വാമിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്ന് ഞാൻ കരുതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും. കാരണം അടുത്ത ഗുരു ഇപ്പോ നാരായണ ഗുരു, നടരാജ ഗുരു ആണ് ഗുരുനിത്യക്ക് ശേഷം ഗുരുവായിട്ട് വരേണ്ട മുനി നാരായണ പ്രസാദിനെ അവരോധിക്കുന്നത്. അതായത് ഗുരുനിത്യ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗുരുവായിട്ടിരിക്കേണ്ടത്, ഗുരുകുലത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കേണ്ടത് സ്വാമി മുനി നാരായണ പ്രസാദ് ആയിരിക്കണമെന്ന് നടരാജൂരാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം സ്വാമി മന്ത്രചൈതന്യ, സ്വാമി ത്യാഗീശ്വരൻ, അത് പിന്നെ ഗുരുനിത്യാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ആ പരമ്പര തുടരുന്നത്. ഇപ്പോഴത്തെ ഗുരുവായിട്ടിരിക്കുന്നത്, നാരായണ ഗുരുകുലത്തിന്റെ ഗുരുവായിട്ടിരിക്കുന്ന അദ്ദേഹം മുനി നാരായണ പ്രസാദ് സ്വാമി ആണ്. ഒരുപക്ഷെ ഇപ്പൊ ഈയിടെ നാരായണ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികൾ, നാരായണ ഗുരുവിന്റെ എല്ലാ കൃതികൾക്കും വളരെ ലളിതമായ രീതിയിൽ, ഇപ്പൊ നാരായണ ഗുരുവിന്റെ കൃതി ഒരാൾക്ക് കൃത്യമായിട്ട് അന്വയിച്ച് അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറ്, പ്രസാദ് സ്വാമിയുടെ സമ്പൂർണ്ണ കൃതികൾ ഇപ്പൊ DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. നാരായണ ഗുരുവിന്റെ എല്ലാ കൃതികളെയും കൃത്യമായി അന്വയിച്ച് ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഗുരുനിത്യയെ പോലെ വ്യത്യസ്തമായ ലോകങ്ങളിലേക്ക് ഡീവിയേറ്റ് ചെയ്തു പോകാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സന്യാസിയാണ് മുനി നാരായണ പ്രസാദ്. ഇപ്പൊ ഗുരുനിത്യയും പ്രസാദ് സ്വാമിയും നടരാജ ഗുരുവും നാരായണ ഗുരുവും ഒക്കെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് അബ്സല്യൂട്ടിസത്തിലേക്ക് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അബ്സല്യൂട്ടിസം എന്ന് പറയുന്ന ആ ഒരു പരമ്പൊരുൾ എന്ന് പറയുന്ന ആ ഒരു പാരമാർത്ഥികതയിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് തന്നെയാണ് ഇവര് 4 പേരും, ഈ ഗുരു പരമ്പരയെ 4 പേരും ജീവിച്ചിട്ടുള്ളത്. പക്ഷെ 4 പേരുടെയും ജീവിതം 4 ശൈലിയാണ്. അപ്പൊ ഓരോ ശൈലിയിൽ ഓരോരുത്തർ ജീവിക്കുമ്പോൾ അത്തരം ശൈലിയോട് താല്പര്യമുള്ള ആളുകളാണ് അവരിലേക്ക് അട്രാക്റ്റഡ് ആവുക. ഇപ്പൊ നടരാജ ഗുരുവിലേക്ക് ഞാൻ ഒരിക്കലും അട്രാക്റ്റഡ് ആവില്ല, ഇപ്പൊ പ്രസാദ് സ്വാമിയിലേക്ക് ഞാൻ ഒരിക്കലും അട്രാക്റ്റഡ് ആവില്ല. അത് അട്രാക്റ്റഡ് ആവാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അബ്സല്യൂട്ടിസത്തിലേക്ക് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടല്ല, അത് എന്റെ സ്വഭാവവുമായിട്ട് ചേർന്ന് പോകാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഗുരുനിത്യയിലേക്ക് ഞാൻ അട്രാക്റ്റഡ് ആവുന്നത് ഗുരുനിത്യയുടെ സ്വഭാവ സവിശേഷതകള് എന്റെ സ്വഭാവ സവിശേഷതകളായിട്ട് ചേർന്ന് പോകുന്ന ഇടങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ എല്ലാവരും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് ഒന്നാണെങ്കിലും അവരുടെ ജീവിത ശൈലികള്, ഇപ്പൊ ഗുരു ഈ ഒരു ലോലമായ, വൈകാരികമായ, സംഗീതാത്മകമായ അല്ലെങ്കിൽ മിസ്റ്റിക്കലായ, ഇപ്പൊ സൂഫിസം, ഇപ്പൊ ഞാൻ ഗുരുവിന്റെ അടുത്ത് നിന്നിട്ടൊക്കെ റൂമിയെ കേൾക്കുന്നത്, മിസ്റ്റിസിസം എന്നുള്ളത് കേൾക്കുന്നത്, കവിത കേൾക്കുന്നത്, നല്ല സിനിമ കാണുന്നത്, അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ലോകങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അടുത്ത വണ്ടിക്ക് അവിടുന്ന് സ്ഥലം വിടും. വെറും ഉപനിഷത്തുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി, ഈസ്റ്റേൺ ഫിലോസഫി, ഇങ്ങനെയുള്ള ഒരു തത്വചിന്തയുടെ ലോകം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇടാണെങ്കിൽ അടുത്ത വണ്ടിക്ക് സ്ഥലം വിടും. കാരണം എന്റെ തല അതിന് ചേരൂല.
കാരണം എനിക്ക് ഈ ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള ലോകം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടായിരുന്നു ഗുരുനിത്യയിലേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആയതും. അതുകൊണ്ട് നാരായണ ഗുരുകുലത്തിലേക്കോ നാരായണ ഗുരു പരമ്പരയിലേക്കോ അല്ല എന്നെ പോലെയുള്ളവര് ഫേൺഹില്ലിലേക്ക് കയറി ചെന്നത്. അത് 100% ഗുരുനിത്യയിലേക്കായിരുന്നു. ആ ഗുരുനിത്യ നാരായണ ഗുരുകുലത്തിലായിരുന്നു എന്നതുകൊണ്ട് അവിടെ ജീവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് സെക്കൻഡറി ആയിരുന്നു. പ്രസ്ഥാനവും ആശയവും സെക്കൻഡറി ആയിരുന്നു. ഗുരുനിത്യയായിരുന്നു പ്രൈമറി. പക്ഷെ ഗുരുനിത്യയിലേക്ക് ഗുരു പിടിച്ചടിപ്പിക്കല്ല ചെയ്യുന്നത്. മറിച്ച് ഗുരുനിത്യയുടെ കൂടെ ചെല്ലുമ്പോൾ നമ്മൾ ഗുരുനിത്യയോട് ഒട്ടി നിൽക്കുമ്പോൾ ഗുരുനിത്യയിലേക്ക് ഗുരു ആകർഷിക്കുകയല്ല ചെയ്യുന്നത്. തിരിച്ച് ഷൗക്കത്ത് എന്ന് പറയുന്ന എല്ലാ കുറവുകളോടും പരിമിതികളോടും ഗുണങ്ങളോടും കൂടിയിരിക്കുന്ന ആ വ്യക്തിത്വത്തിലേക്ക്, ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിത്വത്തിലേക്ക്, അതിന്റെ എല്ലാ കുറവുകളോടും കൂടി എല്ലാ പരിമിതികളും, ആ പരിമിതികളൊക്കെ ഗുരുങ്ങനെ തൊട്ട് കാണിച്ചു തരികയും ചീത്ത വിളിക്കുകയും ഈ ജന്മത്തിൽ നീ നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന, എന്നെങ്കിലും ആ ഒരു കഥ എനിക്ക് പറയണമെന്നുണ്ട്. ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള ആളെയും എന്നാലും കൂടെ പിടിച്ചു നിർത്തി നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ചെറിയ 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 മിന്നാമിനുങ്ങുകളെ തൊട്ട് തന്ന് ഈ എല്ലാ ഇരുളിനിടയിലും നിന്റെ സ്വഭാവ സവിശേഷതയിലുള്ള എല്ലാ കുരുത്തക്കേടുകൾക്കിടയിലും ഇതാ ഇങ്ങനെ കുറച്ച് മിന്നാമിനുങ്ങുകൾ ഉണ്ട്, അതിന്റെയും കൂടെ നീ ജീവിക്ക് മോനെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഇറക്കി വിട്ടതാ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന. അപ്പൊ എന്നിലേക്ക് കുറച്ചുകൂടി ഞാൻ വേണ്ടത്ര രീതിയിൽ പരിചയമില്ലാതിരുന്ന എന്നെ ഞാൻ അകറ്റി നിർത്തിയിരുന്നതോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകന്നു നിന്നിരുന്നതോ ആയ എന്നെ കുറച്ചും കൂടി ആഴത്തിൽ ചേർത്ത് പിടിക്കാൻ ഗുരുവിനോട് ചേർന്ന് നിന്നപ്പോൾ സഹായകമായി എന്നുള്ളതാണ് ആ ഗുരുത്വം പകർന്നു തന്നത്. അതുകൊണ്ട് ഗുരുവിന്റെ ശേഷം ഇപ്പോ വളരെ തനതായിട്ടുള്ള ഒരു നാരായണ ഗുരുവിനെ പ്രചരിപ്പിക്കാനോ ഗുരുനിത്യയെ പ്രചരിപ്പിക്കാനോ നടരാജ ഗുരുവിനെ പ്രചരിപ്പിക്കാനോ നാരായണ ഗുരുകുലത്തെ പ്രചരിപ്പിക്കാനോ ഒന്നുമല്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇതൊന്നുമല്ല വിഷയം. വിഷയം വളരെ പേഴ്സണലാണ്. ഷൗക്കത്ത് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിയുന്നത്ര സമാധാനത്തിൽ ജീവിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് നാരായണ ഗുരുകുലത്തിന്റെ ചരിത്രമോ ഗുരുപരമ്പരയുടെ ചരിത്രം ഉൾക്കൊണ്ട് അത് പ്രചരിപ്പിക്കാനോ അതിന്റെ ആഴം അറിയാനോ ഒന്നും ശ്രമിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഷൗക്കത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ലോലമായ വാക്കുകൾ ഉണ്ടാകുമ്പോൾ, ഗുരുനിത്യയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഗുരുനിത്യയുടെ ഏതോ ജീവിതത്തിന്റെ ഏതോ ഒരറ്റത്തുള്ള ഏതോ ഒരു വാല് തൊട്ടുപോയ ഒരാളുടെ അതിലോലമായ വൈകാരികമായ വാക്കുകളും അവതരണവുമായി മാത്രം എന്റെ വാക്കുകൾ എടുത്താൽ മതി, പരിഗണിക്കുകയേ വേണ്ട. അതുകൊണ്ട് ഒരു വിമർശനത്തിന് പോലും സാധ്യതയില്ലാത്ത, ആവശ്യമില്ലാത്ത ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ താത്വികമായ ഒരു സിദ്ധാന്തത്തെയും സംസാരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ആ രീതിയിൽ അതിനെ കാണുകയേ വേണ്ട എന്നാണ് എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത്. അതാണ് ഈ രണ്ട് വിഷയവും ചേർത്ത് വെച്ച് പറയാനുള്ളത്. അന്ന് ഗുരുനിത്യ അത്രമാത്മ ഗുരുനിത്യയും പ്രസാദ് സ്വാമിയും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉള്ളത്, അല്ലാതെ അവർക്കിടയിൽ യാതൊരു പ്രശ്നമല്ല. വളരെ ആഴത്തിലുള്ള, വളരെ കുസൃതിയോടുകൂടി ആ വികൃതി ഞാൻ കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അവസാനത്തെ 3-4 വർഷമേ ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അടുത്ത ഗുരുവായിട്ട് വരുന്ന പ്രസാദ് സ്വാമിയെ രൂപപ്പെടുത്തുന്ന ഒരു ഗുരുനിത്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗുരുനിത്യയുടെ ചില ആക്ഷനുകൾ, ചില ജീവിത ശൈലികളോട്, ചില പ്രവർത്തനങ്ങളോട് താല്പര്യമില്ലാതെ നിശ്ചിതമായി വിമർശിച്ച് ഗുരുനിത്യക്ക് പ്രസാദ് സ്വാമി കത്തെഴുതുന്നതും ഗുരുനിത്യ തിരിച്ചെഴുതുന്നതും, അങ്ങനെ വളരെ കുസൃതിയിൽ അവർ തമ്മിൽ വഴക്കിടുന്നതും, പക്ഷെ അപ്പോഴുമൊക്കെ യാതൊരു തരത്തിലുമുള്ള ഇടർച്ചയുമില്ലാതെ, ധാര മുറിയാതെ, ഒരു പാരസ്പര്യം മുറിയാതെ അവർക്കിടയിൽ തുടരുന്നതും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാതെ അവരെ തമ്മിൽ ഒരിക്കലും വഴക്കിട്ടവരല്ല. അതിപ്പോ എന്തൊരാൾ ചോദിച്ച പോലെ നടരാജ ഒരു സമാധിയായിട്ട് എന്താ ഗുരുനിത്യ വരാതിരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്? ഒരു പ്രശ്നമല്ല അത്. അതാണ് ആ ഗുരുപരമ്പരയുടെ ഒരു പാരസ്പര്യം. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. നാരായണ ഗുരുവിൽ നിന്നല്ല, ആദി ഗുരുവിൽ നിന്ന് തുടങ്ങി നാരായണ ഗുരുവിലെത്തി നടരാജ ഗുരുവിലൂടെയും ഗുരുനിത്യയിലൂടെയും ഇപ്പോ സ്വാമി മുനി നാരായണ പ്രസാദിലൂടെയും തുടരുന്ന ആ ഗുരുപരമ്പരയുടെ ആ ഒരു ധാരയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരായിരുന്നു ഇവരെല്ലാവരും. അതുകൊണ്ട് ഇവർക്കിടയിൽ വ്യക്തിപരമായ യാതൊരു വിദ്വേഷമോ വ്യക്തിപരമായ യാതൊരു വൈരാഗ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല, അകൽച്ചയുണ്ടായിരുന്നില്ല. പക്ഷേ ജീവിത ശൈലികളോട് അവർക്ക് പാരസ്പര്യമില്ലാത്ത ഇടങ്ങൾ വരുമ്പോ, അപ്പൊ ഗുരുനിത്യ
ഇപ്പൊ ഗുരുനിത്യയുടെ അമ്മ സമാധിയായപ്പോ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി. പക്ഷെ പ്രസാദ് സ്വാമിയുടെ ഒരു അബ്സല്യൂട്ട് സ്റ്റാൻഡിൽ നിന്നിട്ട്, നടരാജൂരിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു അബ്സല്യൂട്ട് സ്റ്റാൻഡിൽ നിന്നിട്ട് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഗുരുനിത്യക്ക് കത്തയച്ചു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കത്തിടപാടുകൾ ഉണ്ടായി. ഞാൻ വിചാരിച്ചു ഇതോടുകൂടി തല്ലിപ്പിരിയുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. പ്രസാദ് സ്വാമി ഗുരുവിനെ കാണാൻ വരുന്നു, വളരെ സൗമ്യമാകുന്നു, ശാന്തമാകുന്നു. അപ്പോ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഗുരുകുലത്തിലുണ്ട്. അത് എത്ര വലിയ ഗുരുവായാലും ശിഷ്യനായാലും. ഇപ്പൊ പ്രസാദ് സ്വാമിയോട് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കിങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നത് ആ ഗുരുകുലം തരുന്ന സ്വാതന്ത്ര്യമാണ്. ഗുരുകുലത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാൻ കാരമടയിൽ ജീവിക്കുമ്പോഴും ഞാൻ ജീവിക്കുന്നത് ഗുരുകുലത്തിൽ തന്നെയാണ്. കാരണം ലോകം മുഴുവൻ ഗുരുകുലമാവണം എന്നാണ് ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ഒരു പാരസ്പര്യത്തിന് യാതൊരു മുറിവുമില്ല. അവനവന്റെ തനിമയിൽ ജീവിക്കേണ്ടതുണ്ട്. ഇപ്പൊ നാരായണ അവസാനത്തെ ഗുരുകുല കൺവെൻഷന് ഗുരു സമാധിയാവുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഗുരുകുല കൺവെൻഷന് ഗുരുനിത്യക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അന്ന് ആ കൺവെൻഷന് ഗുരു എഴുതി അയച്ച ഒരു സന്ദേശമുണ്ട്. അപ്പൊ പ്രസാദ് സ്വാമിയോടുള്ള ഗുരുവിന്റെ ഒരു റെസ്പെക്ട് നമ്മൾ കാണുന്നത് അതൊക്കെ വായിക്കുമ്പോഴാണ്. ഒന്നാമത്തെ ദിവസത്തെ പ്രവചനം ഗുരുപീഠത്തിൽ ഇരുന്നു കൊണ്ട് ഏവരുടെയും ആദരവിനും ഹൃദയംഗമമായ ആരാധനയ്ക്കും പാത്രമായ സ്വാമി മുനി നാരായണ പ്രസാദ് നിർവഹിക്കുമെന്നറിയുമ്പോൾ ഗുരുകുലത്തിന്റെ മഹത്തായ പാരമ്പര്യം ഇനി എന്നും നിലനിൽക്കുമെന്ന വിശ്വാസം കൊണ്ട് ഞാൻ പുളകിതഗാത്രനായി തീരുന്നുവെന്ന് ഒരു നിറഞ്ഞ കണ്ണോട് കൂടിയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ അത് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിറഞ്ഞ കണ്ണോട് കൂടിയിട്ടാണ്. എല്ലാ വാത്സല്യവും എല്ലാ സ്നേഹവും എല്ലാ അനുകമ്പയോടും കൂടിയിട്ട് അത് എഴുതി. തൊട്ട മുമ്പ് രണ്ടു മാസം മുമ്പ് അടികൂടിയ ആളുകളാണ്. അടികൂടെന്ന് പറഞ്ഞ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പ്രസാദ് സ്വാമി തുറന്നു പറയും. ഗുരുനിത്യ തിരിച്ചും പറയും. പക്ഷെ അപ്പോഴൊന്നും ആ ഗുരുപരമ്പരയുടെ കണ്ണിക്ക് യാതൊരു തരത്തിലുള്ള ഇടർച്ചയും ഉണ്ടായിരുന്നില്ല. അപ്പൊ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇവര് തമ്മിൽ പിണങ്ങി എന്നൊക്കെ തോന്നും, പിണക്കമാണെന്നൊക്കെ തോന്നും. അങ്ങനെ യാതൊരു പിണക്കം ഉണ്ടായിരുന്നില്ല. വളരെ ആഴത്തിലുള്ള പാരസ്പര്യത്തിലാണ് ജീവിച്ച് അവർ പോയിരുന്നത്. ആ ഒരു ഗുരുപരമ്പരയെ നമ്മൾ വളരെ ഹൃദയപൂർവ്വം ധ്യാനിക്കുകയും ആദരവോടുകൂടി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു കുറവുമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എത്ര മഹത്തായ ആശയങ്ങളായാലും എത്ര മഹത്തായ ഗുരുപരമ്പരയായാലും ഒരു വ്യക്തിക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാളുടെ സ്വഭാവത്തിൽ കാലുറപ്പിച്ചു നിന്നുകൊണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണ് വേണ്ടത് എന്ന് ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ടാണ് ധീരായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. പണ്ട് നാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി ടാഗോർ വരുന്നു. അപ്പൊ നടരാജ ഗുരുവിനോട് നാരായണ ഗുരു പറഞ്ഞു, എനിക്ക് ടാഗോറിന്റെ ഗീതാഞ്ജലി ഒന്ന് വായിച്ചു കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നടരാജ ഗുരു നാരായണ ഗുരുവിന് ഗീതാഞ്ജലി വായിച്ചു കൊടുക്കും. അപ്പൊ ആ സമയത്ത് കുമാരനാശാൻ ധാരാളം കവിതകൾ എഴുതുന്നത് കണ്ട് കുമാരനാശാൻ എഴുതുന്ന കവിതകളിൽ പ്രചോദിതനായിട്ട് നടരാജ ഗുരു ഒരുപാട് കവിതകൾ എഴുതുന്നു. ഒരു ബുക്ക് നിറയെ കവിത എഴുതി കൂട്ടുമായിരുന്നു. അപ്പോ ഈ കവിത എഴുതി കൂട്ടുന്നത് എങ്ങനെയോ നാരായണ ഗുരുവിനെ അറിയുമായിരിക്കും. അപ്പൊ ഈ ടാഗോറിന്റെ ഗീതാഞ്ജലി വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോ നടരാജ ഗുരുവിനോട് നാരായണ ഗുരു പറഞ്ഞു, തമ്പി, നീ ഇതുപോലെ എഴുതരുത്. ഇതൊരു കടങ്കഥ പറയുന്നത് പോലെ ഇരിക്കുന്നു. നീയെ എന്ത് എഴുതുന്നുണ്ടെങ്കിലും യുക്തിയുക്തമായി ശാസ്ത്രാനുസാരിയായി ശാസ്ത്രാധിഷ്ഠിതമായിട്ട് കൃത്യമായ വ്യവസ്ഥയോടുകൂടി എഴുതണം എന്ന് നടരാജ ഗുരുവിനോട് പറയും. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ നടരാജ ഗുരു എന്ത് ചെയ്തു? നടരാജ ഗുരു നേരെ പോയിട്ട് ആദ്യം തന്നെ ആ കവിതാ പുസ്തകം എടുത്ത് കത്തിച്ചളഞ്ഞു. കാരണം ഇതല്ല എന്റെ വഴിയെന്ന് മനസ്സിലായി. കാലം കുറെ കഴിഞ്ഞു. നടരാജ ഗുരു വേർഡ് ഓഫ് ദ ഗുരു എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒരു പുസ്തകം എഴുതി. വേർഡ് ഓഫ് ദ ഗുരു, നാരായണ ഗുരുവിനെ കുറിച്ചിട്ട്, നാരായണ ഗുരുവിന്റെ ദർശനത്തെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ ആദ്യ ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗുരുനിത്യയാണ്. അപ്പൊ ഗുരുനിത്യ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് മംഗളാനന്ദ സ്വാമിയോ മറ്റോ വായിക്കണ്ടായി. വായിക്കുമ്പോ ഗുരുനിത്യ അത് വളരെ പോയറ്റിക് ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മംഗളാനന്ദ സ്വാമി ഗുരുനിത്യയോട് പറഞ്ഞു, ഇത് വളരെ കാവ്യാത്മകമായിട്ട് കടങ്കഥ പോലെ ഇരിക്കുന്നു. നടരാജ ഗുരുവിന് ഇത് ഇഷ്ടാവില്ല. നടരാജ ഗുരുവിന് വളരെ യുക്തിയുക്തമായി ശാസ്ത്ര അധിഷ്ഠിതമായിട്ട് എഴുതിയാൽ മാത്രമേ നടരാജ ഗുരുവിന് ഇഷ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുനിത്യ പറഞ്ഞില്ല, നടരാജ ഗുരു എന്താ പറയണെന്ന് നോക്കാം, എന്നിട്ട് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുനിത്യ അത് നടരാജ ഗുരുവിന് കൊണ്ടുകൊടുത്തു. അപ്പൊ നടരാജ ഗുരു പറഞ്ഞു, നിത്യ, ഞാൻ മലയാളത്തിൽ ഇത് എഴുതിയിരുന്നെങ്കിൽ നിത്യൻ എഴുതിയതുപോലെ എഴുതുമായിരുന്നു.
അപ്പൊ നമ്മൾ ഈ ഗുരുക്കന്മാരുടെ വാക്ക് അച്ചടി പോലെ എടുക്കുകയല്ല വേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നാരായണ ഗുരുവിന് ടാഗോറിന്റെ ഗീതാഞ്ജലി നടരാജൂര് വായിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോ നടരാജഗുരുവിനെ കുറിച്ചിട്ടൊരു ധാരണയുണ്ട് നാരായണ ഗുരുവിന്. അതായത് നടരാജഗുരുവിന്റെ ബോധം എന്ന് പറയുന്നത് വളരെ ശാസ്ത്രാനുസാരിയായി ചിന്തിക്കുന്ന ഒരു യുക്തിഭദ്രമായ ഒരു സഞ്ചാര പഥമുള്ള ഒരു ബോധമാണ്. പക്ഷെ കുമാരനാശാൻ വളരെ കവിത എഴുതുന്നുണ്ട്. ഒരു ആകർഷണം കൊണ്ട് കുമാരനാശാനെ പോലെ കവിത എഴുതുകയാണ്. അതുകൊണ്ട് കവിതയുടെ ലോകത്ത് നിന്ന് ശാസ്ത്രത്തിന്റെ ലോകത്തിലേക്ക് നടരാജഗുരുവിനെ തിരിച്ചു കൊണ്ടുവന്ന് നടരാജഗുരുവിന്റെ റിയൽ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു സ്വധർമ്മത്തിൽ ചലിപ്പിക്കേണ്ടത് ഒരു ഗുരു എന്ന നിലയിൽ ആവശ്യമാണ്. അല്ലാതെ ടാഗോറിന്റെ ഗീതാഞ്ജലിയെ വിമർശിക്കുകയായിരുന്നില്ല സത്യത്തിൽ നാരായണ ഗുരു ചെയ്തത്. മറിച്ച് നടരാജഗുരുവിന്റെ റിയൽ ആയിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയായിട്ട് ആ സിറ്റുവേഷൻ എടുക്കുക ചെയ്തത്. പക്ഷെ ഇതിനെ അക്ഷരാർത്ഥത്തിലാണ് മറ്റ് ശിഷ്യന്മാരെടുക്കുന്നത്. ഇപ്പൊ ഗുരുനിത്യ നടരാജഗുരുവിന്റെ അടുത്ത് വേർഡ് ഓഫ് ദ ഗുരു വളരെ കാവ്യാത്മകമായി വിവർത്തനം ചെയ്ത് കൊണ്ടെടുത്തപ്പോ നടരാജഗുരു കാവ്യാത്മകമായിട്ട് എഴുതുന്ന ആളല്ല. പക്ഷെ നടരാജഗുരു പറയുന്നത് ഇത് ഞാൻ മലയാളത്തിൽ എഴുതിയിരുന്നുവെങ്കിൽ നിത്യൻ എഴുതിയതുപോലെ എഴുതുമായിരുന്നു എന്നാണ്. കാരണം നിത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാവ്യ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ സ്വഭാവം കാവ്യാത്മകമാണ്. വളരെ ആഴത്തിലുള്ള ഫിലോസഫി പോലും പറഞ്ഞാൽ അത് കാവ്യാത്മകമായിട്ട് എഴുതുന്ന ഗുരുനിത്യയാണ്. അതുകൊണ്ട് ഗുരുനിത്യ കാവ്യാത്മകമായ ഭാഷയിൽ കാവ്യാത്മകമായ ശൈലിയിൽ എഴുതിയാൽ മതി, ജീവിച്ചാൽ മതി. അങ്ങനെയാണ് ഗുരുനിത്യയെ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഇതേ നടരാജ ഒരു പ്രസാദ് സ്വാമിയോട് പറയുന്നത് പ്രസാദ് സ്വാമി ഒരു പരമ്പരാഗത ഭാരതീയ സന്യാസിയെ പോലെ ജീവിച്ചാൽ മതി എന്നാണ്. ഗുരുനിത്യയെ നേരെ തിരിച്ച് വേറെ രീതിയിലാണ് ഗ്രൂം ചെയ്തെടുക്കുന്നത്. അപ്പൊ തൻ്റെ അടുത്ത് വരുന്ന ശിഷ്യരെ അവരവരുടെ ആന്തരികമായ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു സ്വധർമ്മത്തിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇതില് മംഗളാനന്ദ സ്വാമി ആയിരുന്നോ ശരി, അല്ലെങ്കിൽ ജോൺ സ്പിയേഴ്സ് ആയിരുന്നോ ശരി, ഗുരുനിത്യ ആയിരുന്നോ ശരി, അതായത് സ്വാമി മുനിനാരായണ പ്രസാദ് ആയിരുന്നോ ശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ശരികളാണ്. അല്ലാതെ ഒരു തെറ്റും ഒരു ശരിയുമല്ല. ഒരു ഗുരുവിലൂടെ രൂപപ്പെട്ടു വന്ന 4 ശരികളാണ്. ഇവരുടെ ജീവിതം 4 പേരുടെയും ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ലാളിത്യത്തിലും മിതത്വത്തിലും സൗന്ദര്യത്തിലും അവരവരുടേതായ രീതിയിൽ അവർ ജീവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് 4 സത്യങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് ഗുരുനിത്യയുടെ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളും. ഗുരുനിത്യയുടെ അടുത്ത് വന്ന മനുഷ്യരോടും അവരവരായിട്ടിരിക്കാൻ 100% അവരവരായിട്ടിരിക്കാനാണ് ഗുരുനിത്യ പറഞ്ഞിട്ടുള്ളത്. ആ ഗുരുപരമ്പര കംപ്ലീറ്റ് വ്യത്യസ്തമാണ്. അത് ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിയുന്നത്ര ആ ഒരു അബ്സല്യൂട്ട് സ്റ്റാൻഡിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, അങ്ങനെയാണ്. ഇപ്പൊ എന്റെ സ്വഭാവത്തിന് ചേർന്ന രീതിയിലുള്ള ഒരു സ്വധർമ്മത്തിലാണ് ഞാൻ സഞ്ചരിക്കേണ്ടത് എന്ന് അതിലേക്ക് എന്നെ തിരിച്ചു വിടുമ്പോഴാണ് ഗുരുനിത്യ എനിക്ക് ഗുരുവായിട്ട് തീരുന്നത്, അല്ലെങ്കിൽ ഗുരുതുല്യനായിട്ട് തീരുന്നത്. ഗുരുവിനെ ഗുരു എന്ന് വിളിക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ശിഷ്യന്മാരില്ല, എനിക്ക് സുഹൃത്തുക്കളെ ഉള്ളൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ നമ്മൾ ഗുരു എന്ന് വിളിച്ചു പോകും. കാരണം നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു തണലുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് മുമ്പോട്ട് പോവാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളെ ഭാഗികമായിട്ടാണെങ്കിലും ഇങ്ങനെയാണ് പറഞ്ഞു വെക്കാൻ തോന്നുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഗുരുകുലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച എനിക്ക് തോന്നുന്നത് ഗുരുകുലത്തിലെ ഗുരുക്കന്മാർക്കില്ല സത്യത്തിൽ. നേരെ മറിച്ച് ഗുരുകുലത്തിൽ വരുന്ന ഗുരുകുല ശിഷ്യന്മാരെ അവരുടെ സ്വഭാവത്തിനനുസൃതമായ സ്വധർമ്മത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ള ഒരു ഒരു രീതി മാത്രമാണ് ഗുരുകുലത്തിന്റെ ഫിലോസഫിയിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി ഗുരുനിത്യയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ നടരാജഗുരുവിന്റെ സമാധിക്ക് ശേഷം നാരായണ ഗുരുകുലത്തിന്റെ ഗുരുവായിട്ട് മാറി. പിന്നീടുള്ള വർഷങ്ങൾ കൂടുതലും ഗുരുനിത്യ വിദേശ രാജ്യങ്ങളിലെ പ്രൊഫസറായിട്ടും പലതരത്തിലുള്ള യാത്രകളായിരുന്നു. ആ സമയത്തൊക്കെ നാരായണ ഗുരുകുലം വളരെ കൃത്യമായിട്ടും വ്യവസ്ഥയോടും കൂടി കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് നടന്നിരുന്നത് സ്വാമി മുനി നാരായണ പ്രസാദ്, അതായത് സ്വാമി മുനി നാരായണ പ്രസാദ് ആയിരുന്നു. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് പിന്നീട് ഗുരുകുലം അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയത് തന്നെ. പക്ഷെ ഗുരു ജസ്റ്റ് പോയി വരിക മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. അങ്ങനെ യാത്ര ഒരുപാട് തുടർന്നു. ഒരുപക്ഷെ ആ സമയത്താണ് ഗുരുനിത്യ ഏറ്റവും കൂടുതൽ എഴുത്തിന്റെ ലോകത്തിലേക്ക് വരുന്നതും യാത്ര എന്ന് പറയുന്ന ഒരു ഗുരുവിന്റെ യാത്രാനുഭവം, ആദ്യത്തെ വിദേശ യാത്രാ അനുഭവം
കലാകൗമുദിയിലൂടെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ കേരളത്തിലെ വായനക്കാരുടെ ഇടയിലേക്ക്, അതായത് എല്ലാ തരത്തിലുമുള്ള വായനക്കാരുടെ പുതിയ ഒരു മലയാള ഭാഷ തന്നെ പുതിയ ഒരു അവതരണ ശൈലി ഗുരുനിത്യ കൊണ്ടുവരുന്നുണ്ട്. യാത്ര എന്ന് പറയുന്ന യാത്രാ വിവരണ പുസ്തകത്തിലൂടെ എല്ലാ തരത്തിലുമുള്ള, കേവലം ഒരു സ്ഥലം കാണലിനും അപ്പുറത്ത് എല്ലാ തരത്തിലുമുള്ള വൈജ്ഞാനികമായിട്ടുള്ള എല്ലാ മേഖലകളെയും, ചിത്രകലയും സാഹിത്യവും സംഗീതവും ഫിലോസഫിയും വ്യക്തിബന്ധങ്ങളും വൈകാരികതകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതുവരെ താൻ ആർജിച്ച അറിവുകളുടെ എല്ലാം ഒരു പ്രവാഹം പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു കലാകൗമുദിയിലൂടെ വന്ന യാത്ര. ആ കലാകൗമുദിയിലൂടെ യാത്ര എന്ന് പറയുന്ന ഒരു പങ്ക്തി തുടങ്ങുന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് ഒരു 20 വർഷത്തോളം, ഒരു 80s ആൻഡ് 90s, 80കളും 90കളും കേരളത്തിലെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം നിത്യയില്ലാത്ത ഒരു ചിന്തയില്ല എന്ന് തന്നെ പറയാം. എല്ലാ വാരികകളിലും, എല്ലാ ഓണപ്പതിപ്പുകള്, വാർഷിക പതിപ്പുകളിലൊക്കെ ഗുരുനിത്യയുടെ വ്യത്യസ്തമായ ലേഖനങ്ങൾ വരിക. മനഃശാസ്ത്രം, ജീവിതത്തിൽ, അതുപോലെ ഭഗവത്ഗീത സ്വാധ്യായം, സിമോൺ ഡിബുവ അവരുടെ കഥ പറയുന്നു, ദേശാടനം, നെരൂദയുടെ ഓർമ്മക്കുറിപ്പുകൾ, കലയുടെ മനഃശാസ്ത്രം, പ്രശ്നോത്തരങ്ങൾ, വളരെ വ്യത്യസ്ത ഊർജതാണ്ഡവം, വ്യത്യസ്തമായ മൂല്യങ്ങളുടെ കുഴമറിച്ചിൽ, ഹൃദയത്തിലെ ആരാധനാ സൗഭകം, ഇങ്ങനെ വ്യത്യസ്തമായ കലാ, സാഹിത്യ, സംഗീത, ഫിലോസഫി, ഏത് മേഖലകളും ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ലേഖനങ്ങളുടെ ഒരു, അന്ന് മനഃശാസ്ത്ര മാസിക, കലാകൗമുദി, കുങ്കുമം, അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ മാസികകളിലും, വാരികകളിലും, പത്രങ്ങളിലും, സൺഡേ സപ്ലിമെന്റുകളിലൊക്കെ എപ്പോഴും 20 വർഷം കേരളത്തിലെ വായനക്കാർക്കിടയിൽ നിറഞ്ഞ ഗ്രന്ഥരചന. ആ സമയത്തൊക്കെയാണ് ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ 3 വോള്യം 3 വർഷം എടുത്തിട്ടാണ് ഗുരു എഴുതി തീർക്കുന്നത്. വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ എഴുതി തീർക്കുന്നതൊക്കെ ആ സമയത്താണ്. അങ്ങനെ 1998 ജൂൺ 25 ഗുരുവിന് മുമ്പ് തന്നെ നെറ്റ് പോയതാണ്, നെറ്റ് കണക്ഷൻ പോയതാണ്, ഇപ്പൊ വന്നു. അപ്പൊ 1998 ജൂൺ 25 ഗുരുവിനൊരു ഹൃദയത്തില്, ഒരു ഹാർട്ടിനൊരു പെയിൻ വന്നു. ഗുരുവിന് പണ്ട്, നമ്മൾ മുമ്പ് വായിച്ച്, പണ്ട് ആദ്യമായിട്ട് സിംഗപ്പൂർ പോയ സമയത്ത് ഗുരുവിനൊരു ഹാർട്ട് പ്രോബ്ലം വന്നിരുന്നു. 2 മാസം കഴിഞ്ഞാൽ മരിച്ചു പോകുന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു ഹൃദയത്തിന്റെ ഒരു പ്രോബ്ലം ഗുരുവിന് ചെറുതായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഗുരു ഹൃദയത്തിന് എപ്പോഴും ഒരു ഹാർട്ടിന്റെ പ്രശ്നത്തിന് ഒരു ചെറിയ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ജൂൺ 25 1998 ഗുരുവിന്റെ ഹൃദയവേദന കുറച്ചൊരു ഡീപ്പ് പെയിൻ വന്നു. അപ്പൊ ആ സമയത്ത് ഗുരു കുറെ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഋഗ്വേദത്തിന്റെ വ്യാഖ്യാനം, ഖുറാനിന്റെ ട്രാൻസ്ലേഷൻ, ബൈബിളിലെ സങ്കീർത്തനം, പാതഞ്ജല യോഗസൂത്രം, അതുപോലെ വിവേക ചൂടാമണി, ഇങ്ങനെ 5 പുസ്തകങ്ങളുടെ ഇംഗ്ലീഷിലും മലയാളത്തിലും, അതില് ഖുറാനിന്റെയും സങ്കീർത്തനത്തിന്റെയും ഒഴികെ യോഗസൂത്രത്തിനും വിവേക ചൂടാമണിക്കും ഋഗ്വേദത്തിനും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ആസ്വാദനം, അതേസമയം തന്നെ ഖുറാന്റെ സങ്കീർത്തനത്തിന്റെ ട്രാൻസ്ലേഷൻ, കത്തെഴുത്ത്, ഇപ്പൊ പരിപൂർണമായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അവസാനത്തെ വർഷങ്ങൾ എന്ന് പറയുന്നത്. കുറെ പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലം, ഫേൺഹില്ലിൽ ഒരു ഉത്സവ കാലമാണ്. എല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള കുറെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ആയിട്ട് 10-15 പേര് ഗുരുവിന് ചുറ്റും നിന്ന് നിരന്തരമായ ക്ലാസ്സുകളും വിവർത്തനങ്ങളും കത്തെഴുത്തുകളും, അങ്ങനെ ഒരു സജീവമായ ഒരു കാലമാണ് അവസാനത്തെ വർഷങ്ങൾ. എല്ലാ വർഷവും അങ്ങനെ തന്നെ ആയിരുന്നു ഗുരു ഫേൺഹില്ലിലുള്ളപ്പോൾ. അങ്ങനെ ഈ ഹാർട്ടിനൊരു പ്രശ്നം കൂടിയ സമയത്ത് വൈദ്യരെ വിളിച്ചപ്പോൾ വൈദ്യര് പറഞ്ഞു തണുപ്പിൽ നിന്ന് മാറി നിൽക്കണം. ഇനി ഒരുപക്ഷെ ഗുരുവിന്റെ ആ ഒരു സമാധിയിലേക്കുള്ള യാത്രയുടെ ഒരു തുടക്കം അവിടെ നിന്നാണ്. പെട്ടെന്നൊരു പ്രശ്നം ഹാർട്ടിന് വരികയാണ്. അങ്ങനെ തണുപ്പിൽ നിന്ന് പാലക്കാട് വന്ന് അവിടെ ഇന്ദിരാമയുടെ വീട്ടില്, ജ്ഞാനമയി ഇന്ദിരാദേവി എന്ന് പറയുന്ന ഗുരുവിന്റെ കയ്യിൽ നിന്ന് തന്നെ സന്യാസം സ്വീകരിച്ച ഒരു അമ്മയുടെ ആശ്രമത്തിലും, പിന്നെ സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലുമായിട്ട് കുറച്ച് താമസിക്കും. പക്ഷെ ആ താമസവും കാര്യമായിട്ടുള്ള ഒരു ആശ്വാസം ഉണ്ടാക്കിയില്ല. ആ പ്രശ്നം കുറച്ചും കൂടി വന്നപ്പോ വൈദ്യമഠത്തില് 1998 നവംബർ 5 വൈദ്യമഠത്തില് ഒരു ചികിത്സയ്ക്ക് പോകാൻ തീരുമാനിച്ചു. വൈദ്യമഠത്തിന്റെ ചികിത്സയില് അവിടെ കുറച്ചു നാൾ പോയി ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് നടന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈദ്യര് പറഞ്ഞു ഇനി കുറച്ച് ദിവസം, കാരണം ഗുരുവിന് പ്രായമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ഇനി ഈ ആയുർവേദ ചികിത്സയുടെ ഒരു രീതി അങ്ങനെയാണ്, എത്ര ദിവസമാണോ ചികിത്സിച്ചത് അത്രയും ദിവസം പഥ്യം ഇരിക്കണം.
അതുകൊണ്ട് പഥ്യം വളരെ ശ്രദ്ധിക്കണം, ഒരുപാട് യാത്ര ചെയ്യൊന്നും ചെയ്യരുത് എന്ന് പറയും. പക്ഷെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഒരു വീക്ക്നെസ് ആണ്. ഗുരുവിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം എല്ലാം മറക്കും. അപ്പൊ ആ സമയത്ത് കേശവൻ വൈദ്യര് സുഖമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോ അദ്ദേഹത്തെ കണ്ട്, കേശവൻ വൈദ്യരെ കണ്ട്, പിന്നെ മലയാറ്റൂർ ഗുരുകുലം, തൃപ്പൂണിത്തറ ഗുരുകുലം, ഏങ്ങണ്ടിയൂർ ഗുരുകുലം, ഇങ്ങനെ കുറച്ച് ഗുരുകുലങ്ങളൊക്കെ സന്ദർശിച്ച് ഭയങ്കര ക്ഷീണിതനായിട്ടാണ് അദ്ദേഹം കോഴിക്കോട് മനു കള്ളിക്കാടിന്റെ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തിട്ട് തലശ്ശേരിയിലുള്ള അനന്തേട്ടന്റെ ഗുരുകുലക്കായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമുള്ള, ഗുരുവിന്റെ കൂടെ 20 വർഷത്തിലധികം ഉണ്ടായിരുന്ന ജ്യോതി ചേച്ചിയുടെ വീട്ടിലേക്ക്, ഗുരുവിനെ ഏറ്റവും കൂടുതൽ ഗുരുവിന്റെ കൂടെ സ്ഥിരമായിട്ട് താമസിച്ച ഒരാളാണ് ജ്യോതി ചേച്ചി. അപ്പൊ ജ്യോതി ചേച്ചിയുടെ വീട്ടിലേക്ക്, അനന്തേട്ടന്റെ വീട്ടിലേക്ക് നവംബർ 29-ന് അവിടേക്ക് നവംബർ 5-ന് കഴിഞ്ഞ് ഒരു 27-ാം തീയതി ഒക്കെ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ അനന്തേട്ടന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവംബർ 29-ന്, അത് സാധാരണ ഗുരു കത്തുകൾക്കൊക്കെ മറുപടി എഴുതാൻ ആരെങ്കിലും കൊണ്ട് പറഞ്ഞെഴുതിപ്പിക്കുകയാണ് ചെയ്യുക സാധാരണ എപ്പോഴും. ഒരു കത്തൊക്കെ ഗുരു സ്വന്തം കൈപ്പടയിൽ എഴുതും. പക്ഷെ അന്ന് എല്ലാ കത്തുകൾക്കും ഗുരു തന്നെ മറുപടി ഇരുന്ന് ആളുകൾ അടുത്ത്, ഇപ്പൊ ഗിരിസ്വാമി അടുത്ത് ചെന്നപ്പോ ഒന്നും സമ്മതിക്കാതെ ജ്യോതി ചേച്ചിയും ത്യാഗിസ്വാമിയും ഒക്കെ ആ സമയത്ത് ഉണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോ അവിടെ ഞാനുണ്ട്, ജോസഫ് ഉണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ ആ സമയത്ത്. പക്ഷെ ആരും വിളിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അന്ന് എല്ലാ കത്തുകൾക്കും തനിയെ മറുപടി എഴുതി. അത് മാത്രല്ല, ഈ ആത്മോപദേശ ശതകത്തിന് ഒരു ഇംഗ്ലീഷിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ ഗുരു ഒരു വ്യാഖ്യാനം പോലെ എഴുതുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഗുരു പറഞ്ഞു കൊടുത്തിട്ട് എഴുതിക്കും. അതും ഗുരുവിന്റെ കൈപ്പടയിൽ തന്നെ എഴുതി. പിന്നെ ടോയ്ലറ്റിലേക്ക് പോണ സമയത്ത് എന്നിട്ട് കുറച്ചുപേരൊക്കെ ടോയ്ലറ്റിലേക്ക് കിടന്നുറങ്ങി. അന്ന് ആരുമായിട്ട് ഒരു 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 എന്താ പറയാ, ഒരു അടുത്തൊരു ബന്ധം ഗുരു ഇല്ല. ഒരു വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്ന ഒരു രീതിയായിരുന്നു. എന്നിട്ട് ഉറങ്ങി ഇനിയിപ്പോ ടോയ്ലറ്റിൽ പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ ആരെങ്കിലും കൈ പിടിച്ചിട്ടാണ് ടോയ്ലറ്റിലേക്ക് പോവുക. അപ്പൊ ആ സമയത്ത് അന്ന് കനകമല, തലശ്ശേരിയിലെ കനകമല ഗുരുകുലത്തിലേക്ക് റോഡ് ടാർ ചെയ്തതിന്റെ ഉദ്ഘാടന ദിവസമാണ്. അപ്പൊ ഞാനും എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുക. ഇവിടെ ഉള്ളത് ത്യാഗിസ്വാമി ഉണ്ട്, അതേപോലെ തന്നെ ജ്യോതി ചേച്ചി, അങ്ങനെ കുറച്ച് പേര് അവരുടെ വീട്ടിലുണ്ട്. അപ്പൊ ത്യാഗീശ്വര സ്വാമിയാണ് ഗുരുവിന്റെ കൂടെ ഉള്ളത്. അപ്പൊ അന്ന് ഗുരുവിനെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ത്യാഗീശ്വരസ്വാമി കൈപിടിക്കാൻ ചെന്നപ്പോ ഗുരു പറഞ്ഞു, വേണ്ട, ഞാൻ തനിയെ പൊക്കളാം എന്ന് പറഞ്ഞ് ഗുരു അവിടേക്ക് പോയി, ടോയ്ലറ്റിലേക്ക് തനിയെ പോയി. പക്ഷേ തനിയെ പോയിട്ട് ഗുരു വാതിൽ ചാരിച്ച് ഗുരുവിനെ കാണുന്നില്ല, പുറത്തേക്ക് കാണുന്നില്ല. കുറെ സമയം കഴിഞ്ഞ് വിളിച്ചപ്പോ പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഗുരു ത്യാഗിസ്വാമി അകത്ത് നിന്ന് നോക്കുമ്പോൾ ടോയ്ലറ്റിൽ ഗുരു വീണ് കിടക്കുകയാണ്. അത് ഗുരുവിനൊരു സ്ട്രോക്ക് വരികയാണ് ചെയ്തത്. അപ്പൊ ആ ഗുരുവിന് ആ സ്ട്രോക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവത്തെ ഗുരു പറഞ്ഞിട്ടുള്ള, ആ സ്ട്രോക്ക് വന്ന് പിന്നെ എല്ലാവരും കൂടി പിടിച്ച് കൊണ്ടുവന്ന് ഗുരുവിനെ കട്ടിലിൽ കിടത്തി. ആ സ്ട്രോക്ക് വന്ന അനുഭവത്തെ കുറിച്ച് ഗുരു പറഞ്ഞ വാക്കുകൾ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് പിന്നെ വായിക്കാം. അപ്പൊ ആ ഗുരു പറഞ്ഞ വാക്കുകൾ, അത് ഗുരുവിന്റെ തന്നെ വാക്കിൽ കേൾക്കണം. അത് അപ്പോ തനിക്ക് സ്ട്രോക്ക് വന്നതിനെ കുറിച്ച് ഗുരു പറയുന്ന വാക്ക്, അത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ, സ്ട്രോക്ക് വന്ന് 2-3 കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഗുരു ഇങ്ങനെ ചെറുതായിട്ടുള്ള ഒരു ശബ്ദം അങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയ സമയത്താണ് ഗുരു അത് എഴുതുന്നത്. അത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: ആകാശത്ത് നിന്നും വരുന്ന ഒരു മിന്നൽ പിണരു പോലെ നിനച്ചിരിയാതെ വന്ന മസ്തിഷ്കാഘാതം കേവലം 2.5 മിനിറ്റ് കൊണ്ട് എനിക്ക് പരിചിതമായിരുന്ന എല്ലാറ്റിൽ നിന്നും നിഷ്കരുണം വലിച്ചെടുത്ത് ശൂന്യതയിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു. വെള്ളമെടുക്കാനായി ബക്കറ്റിലെ കപ്പിലേക്ക് കൈനീട്ടിയപ്പോൾ പാത്രത്തിൽ പിടിക്കാൻ കഴിഞ്ഞില്ല. പാത്രം തെന്നിപ്പോയി. കൈയുടെ സംവേദന ശക്തി അല്പാൽപമായി ഇല്ലാതെയായി. ശരീരം മുഴുവൻ നിശ്ചേഷ്ടമാകുന്നതുപോലെ, ലോകം മുഴുവൻ കറങ്ങുന്നത് പോലെയാണ് പിന്നീട് തോന്നിയത്. നിലയുറപ്പിക്കാൻ കഴിയാതെ പ്രജ്ഞ അറ്റുപോയി. പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ല. ആഘാതത്തിനു ശേഷം ഞാൻ കട്ടിലിൽ ചലിക്കാനാവാതെ കിടന്നുപോയി. മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയി. കൈവെള്ള ഉൾവലിഞ്ഞു.
വിരലുകൾ മടങ്ങി തന്നെ ഇരുന്നു. വലതുകാൽ അല്പമൊന്ന് ചലിപ്പിക്കാൻ പോലും ആവാതെയായി. അങ്ങനെ ഒരു അവയവം അവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയില്ല. പലരും കാലിൽ തലോടുകയും പൊക്കി നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അല്പം പോലും സ്പർശം എനിക്ക് അനുഭവപ്പെട്ടില്ല. ഒന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. നാക്കെടുത്ത് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയുന്നില്ല. നാവ് കുഴഞ്ഞു പോയിരിക്കുന്നു. ചുണ്ട് കോടിപ്പോയിരിക്കുന്നു. 4-5 പേർ താങ്ങിയെടുത്ത് എന്നെ ഇരുത്തുന്നു, കിടത്തുന്നു. എഴുന്നേറ്റിരുന്നാൽ വലതുഭാഗത്ത് 4-5 പേർ താങ്ങി പിടിക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ചാഞ്ഞു വീണുപോകും. അങ്ങനെ പരിപൂർണമായും തളർച്ച അനുഭവിച്ച ഒരു അനുഭവം. ഇങ്ങനെയാണ് ഗുരു അത് എഴുതി പോകുന്നത്. ഗുരുവിനുണ്ടായ ആ ഒരു സ്ട്രോക്കിന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഇനി ഈ സ്ട്രോക്ക് ഉണ്ടായ ആ ദിവസത്തിന് ശേഷമുള്ള ഗുരുവിന്റെ ജീവിതം, പിന്നെ തലശ്ശേരിയിൽ നിന്ന് ഗുരു കനകമല ഗുരുകുലത്തിലേക്ക് പോകുന്നു. അവിടെ കുറച്ച് ദിവസം താമസിക്കുന്നു. അവിടെ നിന്ന് ഫെൺഹില്ലിലേക്ക് വരുന്നു. അവിടുന്ന് ഇനിയുള്ള കുറച്ച് 99 മെയ് വരെയുള്ള ഗുരുവിന്റെ ജീവിതവും ഗുരുവിന്റെ സമാധിയും നമുക്ക് നാളെ പറയാം.